അയ്യോ മതി. ആ ദേ വെൽക്കം ബാക്ക് ടു FTT ഫാമിലി ട്രാവൽ ട്രെയിൽസ്. നമ്മളങ്ങനെ ഹുണ്ട സാൻഡ് ഡ്യൂൺസിലെത്തി. ഈ സാൻഡ് ഡ്യൂൺസ് നല്ല രസമായിട്ട് ഇങ്ങനെ വേവി ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഏതാണ്ട് മിഡിൽ ഈസ്റ്റിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. 30 സ്ക്വയർ കിലോമീറ്ററോളം വിസ്തൃതിയുള്ള ഒരു ഏരിയ ആണിത്. നുബ്ര വാലിയിലെ ഷ്യോഗ് നദിയോട് ചേർന്നതിൻ്റെ ഒരു തീരമാണെന്ന് തന്നെ പറയാം. ഇത് അവിടെ നദിയിലിറങ്ങിയെന്ന് ഒരാൾ കുളിക്കുന്നുണ്ട്. ഈ ക്യാമൽ സഫാരി കഴിഞ്ഞിട്ട് ക്ലീനപ്പ് ചെയ്യണതാവും. ഈ ഡെസേർട്ട് സാധാരണ നമ്മൾ ചുട്ടുപഴുത്ത മണലാരണ്യം എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയല്ല. ദിസ് ഇസ് എ കോൾഡ് ഡെസേർട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഡെസേർട്ട് ഉണ്ട്, അവിടെ പുഴ ഒഴുകുന്നുണ്ട്, മലകളുണ്ട്, മഞ്ഞുണ്ട്, എല്ലാം ചേർന്ന ഒരു പ്രത്യേക ഭൂപ്രകൃതി. എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ എല്ലാം ഡെസേർട്ടിൽ കൂടെ ഇങ്ങനെ ദൂരെ ആൾക്കാർ നടക്കുന്നത് കാണുന്നുണ്ട്. ഷ്യോഗ് ഇങ്ങനെ പതുക്കെ ഒഴുകുന്നുണ്ട്. അത്യാവശ്യം ബ്ലോക്കിൽ ഇങ്ങനെ നിന്നാണ് പോണത്. നല്ല തിരക്കുള്ള സമയമാണ്. ഓടിക്കാൻ ക്യാമലിനെ കിട്ടുമോ നമുക്ക്? ഏതാണ്ട് ഒരു 4-5 കിലോമീറ്റർ പോകുന്നുണ്ട് ഉള്ളിലേക്ക് അല്ലേ? പാർക്കിംഗ് സ്പേസിലെത്തി. നല്ല തിരക്കുണ്ട്. എന്തായാലും വെയില് ചായുമ്പോഴല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. സാൻഡ് ഡ്യൂൺസ് നമ്മൾ വിചാരിച്ചേക്കാളൊക്കെ വൈബുള്ള സ്ഥലമാണ് കേട്ടോ. അതെ, കൾച്ചർ ഷോ, അതിൻ്റെ പാട്ടും ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഉള്ളിൽ നടക്കണ്ടാവും. ഞങ്ങൾക്ക് നല്ല ഫ്രീ കൾച്ചർ ഷോ കിട്ടി മാർക്കറ്റിൽ. മെയിൻ മാർക്കറ്റിൽ നന്നായിരുന്നു. അങ്ങനെ നമ്മുടെ കഥാനായകരെ കണ്ടു. ഇതാണ് നമ്മുടെ ബാക്ട്രിയൻ ക്യാമൽ അഥവാ ഡബിൾ ഹംഡ് ക്യാമൽ. ഇത് ഇന്ത്യയിലെ ലഡാക്കിൽ മാത്രമേ ഉള്ളൂ. ഈ കോൾഡ് ഡെസേർട്ടിൽ, ഈ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ, ഷോക്ക് ന്യൂബ്ര വാലിയിൽ മാത്രമേ പറ്റുള്ളൂ. ഒരു കാലത്ത് നമ്മുടെ സിൽക്ക് റൂട്ടിലെ രാജാക്കന്മാരായിരുന്നു. 450 കിലോ വരെ ഇവർക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. നല്ല ചവയ്ക്കലാണ്. വല്ലാണ്ട് ക്ലോസപ്പിൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണടക്കം അവർ ചവച്ചെടുക്കും. ഇതിന്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പുറത്ത് കയറാൻ തോന്നില്ല കേട്ടോ. ഈ കോൾഡ് ഡെസേർട്ടിൽ ജീവിക്കാനായിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഭയങ്കരമാണ്. ഇതിന്റെ മൂക്ക് ഇങ്ങനെ അടയ്ക്കാൻ പറ്റൂത്രേ, ഈ പൊടി കയറാണ്ടിരിക്കാൻ. നമുക്ക് അങ്ങനത്തെ അടപ്പൊന്നുമില്ല. പിന്നെ ഈ ഇരട്ടപ്പൂഞ്ഞ കാരണം നന്നായിട്ട് ഫാറ്റ് സ്റ്റോറേജ് കിട്ടും. അതുപോലെ കുളമ്പ്, അതും ഈ മണലിലും മഞ്ഞിലൊക്കെ നടക്കാൻ പറ്റിയ സാധനമാണ്. പോരാത്തതിന് കട്ടി രോമോ. എന്തായാലും ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേക്ക് ഇതിന് ഭയങ്കര ഒരു പദവിയൊക്കെ കിട്ടി. മിലിറ്ററി ആനിമൽ ഗ്രൂപ്പിന്റെ കൂടെ 2 ബാക്ട്രിയൻ ക്യാമൽസ് നടന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നല്ല സ്റ്റൈലൻ ക്യാമൽസ്. എന്നാലും മേലത്തെ അഴുക്കും പൊടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങനെ കയറാനൊന്നും തോന്നില്ല. പിന്നെ ഒരു ബമ്പി റൈഡ് ആയിരിക്കും മിക്കവാറും. ഇതിന് ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 2 പൂഞ്ഞാരുടെ ഉള്ളിൽ ഫിറ്റായിട്ട് അങ്ങനെ ഇരിക്കാം. അല്ലാണ്ട് ഇങ്ങനെ മൂവ് ചെയ്യില്ല നമ്മള്. മറ്റേ ഒട്ടകത്തിന്റെ പുറത്തിരിക്കണ പോലെ, രാജസ്ഥാൻ ഒട്ടകത്തിന്റെ പുറത്തിരിക്കണ പോലെ. നല്ല ഫറകുണ്ട്. പിടിച്ചിരുന്നോ? അത് അമ്മ, അത് ഫ്രണ്ടിലേക്ക് ആവുമ്പോ അമ്മ ബാക്കിലേക്ക് ആക്കിയോളൂ. അപ്പ മാസ്ക് കണ്ട് എന്തായിരുന്നു അങ്ങ് അത് ഫ്രണ്ടിലേക്ക് നമുക്ക് ബാക്കിക്ക് കഴിഞ്ഞോളൂ. ബാക്കിക്കായി കയറുന്നോ?
ഓ ഇതിന്റെ പുറത്ത് കയറാൻ തന്നെ ഒരു പങ്കപ്പാടാണ് കേട്ടോ. എന്തായാലും റൈഡ് തുടങ്ങാണ്. ചാരാൻ പറ്റണല്ലേ അല്ലേ? നല്ല സംഭവം കിട്ടിയിട്ടുണ്ട്. തങ്കു കൂടെ നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ, തിരിഞ്ഞു നോക്കാൻ. അല്ലേ പിന്നെ വേണ്ട, അതങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇറങ്ങാറായി. ഇതിന്റെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഒട്ടക പക്ഷി പോലെയാണ് തോന്നാം. കുഴപ്പമില്ല, ബാക്ടീരിയൻ സഫാരി. बहुत बढ़िया. എന്തത് ഇങ്ങനെ കൂടെ ഇളകി മൊത്തത്തില് ജോയിൻസ് എലഗന്റ് ആയിണ്ട്. നല്ല തണുത്തു കോച്ചിന് വെള്ളമായിരുന്നു. ശോക് നദിയിലത്തെ വെള്ളം തന്നെയാവുമല്ലോ. ആ തടിപ്പാലിട്ടിട്ട് അതുമ്മ കൂടെ നടക്കുന്നുണ്ട്. നല്ല കോസ്റ്റ്യൂംസ് ഇട്ട് ഡ്രസ്സപ്പ് ചെയ്തിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യണവരുണ്ട്. നല്ല മഞ്ഞുമലകൾ ഇങ്ങനെ ആ സൺസെറ്റിൽ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട് ഓറഞ്ച് കളറായിട്ട്. എന്തായാലും മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്, പ്രത്യേകിച്ചും ഈവനിങ്ങിൽ. ഇവിടെ ആ കോസ്റ്റ്യൂംസ് ലഡാക്കി ട്രഡീഷണൽ ഡ്രസ് ഫോർ റെൻറ്റ്, കോസ്റ്റ്യൂംസ് പെർ ഡ്രസ് 200. പിന്നെ ആർട്ടിസാൻ ബസാർ, കരകൗശല സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് അസ്തമയ സൂര്യൻ്റെയും മലകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ നല്ല ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തേ, ഈ ഹിമാലയൻ ബെൽറ്റിൽ അതുപോലെ കാശ്മീരിൽ അങ്ങനെയൊക്കെ ഈ ഓത്തൻറ്റിക് ഡ്രസ്സുകൾ ഇട്ടിട്ടുള്ള ഈ ഫോട്ടോഷൂട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ നമ്മൾ അതിനെ ഒരു കലയായിട്ട് വളർത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ റീൽസ് എടുക്കുന്നുണ്ട്, ഈ മണൽപ്പരപ്പിൽ ലഡാക്കി കോസ്റ്റ്യൂമിൽ ഓടിക്കളിക്കുന്നുണ്ട്. സിനിമാറ്റിക് ആയിട്ടുള്ള വീഡിയോ ഒക്കെയാണ്. നല്ല രസമുണ്ട്. എന്തായാലും മോസ്റ്റ്ലി റീൽസാണ് പരിപാടികളെന്ന് തോന്നുന്നു. എന്തായാലും വി ആർ ഹാവിങ് എ വെരി ഗുഡ് ടൈം അറ്റ് നുബ്ര വാലി. ലഡാക്കിൻ്റെ തീർത്തും വ്യത്യസ്തമായുള്ളൊരു മുഖമാണ് കേട്ടോ അത്. വൈറ്റ് സാൻഡ് ഡ്യൂൺസ്, മലകളുടെ പശ്ചാത്തലത്തിൽ മലകളിങ്ങനെ സൺസെറ്റിൽ ഇങ്ങനെ ഓറഞ്ച് കളറാവുന്നു, ഈ മണൽപ്പരപ്പ് ഇങ്ങനെ കിടക്കുന്നു. സോ നമുക്ക് ഈ സൺസെറ്റിനോടൊപ്പം കുറച്ച് നേരം ഈ വെള്ള മണൽപ്പരപ്പിൽ ഇങ്ങനെ നടക്കാം.
ഒട്ടക സവാരി കഴിഞ്ഞ് ഡ്യൂൺസി കൂടെയൊക്കെ ഒന്ന് നടന്ന് ഇറങ്ങി ഇനി ഇവിടെ നിന്ന് പുറപ്പെട്ടു. 7 മണി 7:15 7:30 വരെയാണ് ഇവിടെ ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് വണ്ടികൾ വരില്ല എന്ന് വിചാരിക്കുക. ബൈക്കുകാർ വരുന്നുണ്ട് അല്ലേ. ഇനിയുണ്ടായി ഒട്ടക അടിപൊളി അടിപൊളി. അക്ഷരാർത്ഥത്തിലാണോ? കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡ്രസ്സുമ്മയും കൂട്ടുമ്മയൊക്കെ നിറയെ ഒട്ടകരോമായി. എന്താണിത്? എന്താണ് നമ്മളിതിലല്ലേ വന്നത്? അപ്പൊ ഇവർക്ക് എന്താ പ്രശ്നം? നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വരണേ അല്ലേ? സമയം കഴിഞ്ഞു ചേട്ടാ. ഓ ബന്ധു വരെ വരണേ. ഇവനെന്താണിത്? ഇവിടെ ഒരു ഒറ്റ വഴിയാണ്. അപ്പൊ നമ്മള് ബാക്ക് എടുക്കാണ്. എന്താണാവോ അവർക്ക് അത്രയും കൊണ്ടൊരു മര്യാദ പോരാ ബൈക്കുകാർക്ക്. യൂഷ്വലി ട്രാവലേഴ്സ് പ്രത്യേകിച്ചും ഇങ്ങനെ റോഡ് ട്രിപ്പേഴ്സും ബൈക്കേഴ്സൊക്കെ അങ്ങോട്ട് ഭയങ്കര ബഹുമാനമായിരിക്കും. നന്നായി ഇരുട്ട് അങ്ങനെ ആയിട്ടില്ല. പതുക്കെ പോയാൽ മതി. 7:14 സമയം. ഇത്ര വെളിച്ചമൊക്കെ ഉണ്ട്. ഇവിടെ സൺസെറ്റ് ഇങ്ങനെ ഒരു സമയത്തൊക്കെ ആണല്ലോ. വളരെ ലേറ്റ് ആയിട്ടാണ് ഈ ബെൽറ്റിൽ മൊത്തം. വെസ്റ്റ് കോസ്റ്റ് മൊത്തം അങ്ങനെയായിരുന്നു. ലഡാക്കിലും വന്നപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇങ്ങനെ പോയിട്ട് നമുക്ക് വേഗം ഹോം സ്റ്റേയിൽ കയറാം. ഇപ്പോൾ 2.5 കിലോമീറ്ററോളം നമ്മുടെ മണൽപ്പരപ്പിലുള്ള വഴി കഴിഞ്ഞ് നമ്മൾ മെയിൻ റോട്ടിൽ കയറി. നമ്മുടെ സൂര്യൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ റൈറ്റിൽ കാണുന്ന ലൈറ്റ് ഇട്ട കെട്ടിടം BJPയുടെ ഓഫീസാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കൊടികൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബോർഡ് K2 ഹയസ്റ്റ് പോയിന്റ് കുട്ടനാട് ലോവസ്റ്റ് പോയിന്റ് ഭാരതീസ് വൺ സിയാച്ചി വാരിയേഴ്സിൻ്റെ സൂക്താണ്. നമ്മുടെ സ്വന്തം കുട്ടനാടാണ് സീ ലെവലിൽ നിന്ന് ഏറ്റവും താഴെ കിടക്കുന്ന പ്രദേശം ഇന്ത്യയിൽ നമുക്കറിയാലോ. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിൽ വന്നിട്ട് നമ്മുടെ കേരളത്തിലെ കുട്ടനാട് എന്ന് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. അവിടെ മലമുകളിൽ ദിസ്കിത് മൊനാസ്ട്രി ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. മൈത്രേയ ബുദ്ധ നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. ഓഷൻ ഡ്രൈ. That's enough. Yeah. So we'll give 2 days rest because it's all like the camel ticket. Extra chargeable, no? How much is that? The laundry extra chargeable. Yeah. How much per piece? So see your piece light, heavy, whatever you know. These are the pieces. Yeah. Maybe 8 or 10 pieces. Okay, no problem. Okay. Yeah. Then you were telling me something about the road to Turk and all. Tomorrow we are planning up to Tang. Tang, yeah. I said that this came, the driver came from today from Turku, you know. This morning he went there. We'll ask fresh information. Okay. How much time does it take to Tang? Turku. Turku. Tang. Tang. 3.5 hours. Nice road. अच्छी है ना? 20 में कंस्ट्रक्शन होती है और सब कुछ ठीक है. Okay. Thank you. ഇന്ന് നമുക്ക് യാത്ര തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ബുഫേ ഡിന്നറാണ്. ഇൻക്ലൂസീവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളൊക്കെ റേറ്റ് ഉണ്ടെങ്കിൽ സന്തോഷം. സൂപ്പുണ്ട്, സാലഡ് ഉണ്ട്, പപ്പടമുണ്ട്, പിന്നെ എല്ലാ വക സംഭവങ്ങളും ഉണ്ട് അത്യാവശ്യത്തിന്. ബട്ട് ദെൻ ഇറ്റ്സ് നൈസ്. നല്ല തണുപ്പിൽ പിന്നെ നമ്മുടെ ഈ ബാക്ക് ട്രെയിൻ ക്യാമൽ റൈഡും കൂടിയായപ്പോൾ നമുക്ക് ഒത്തിരി ബോഡി ഒരു സുഖമില്ല. അപ്പോൾ ഈ സൂപ്പ് നല്ല ചൂടോടെ കുടിച്ചാൽ രസമായിരിക്കും. ചിക്കൻ കറി, സേമിയ പായസം, അതുപോലെ വെജ് സോർട്ടഡ് വെജിറ്റബിൾസ്, എവറിത്തിങ് ഇസ് ദ. ഇത് നല്ലൊരു സ്ഥലമാണ് ലാസ്താങ് നുബ്രയിൽ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ. ചൂടത്തിങ്ങനെ തീയാക്കിക്കൊണ്ടിരിക്കുകയാണ് അടിയിൽ. അതെ ചൂടോടെ ഒരു ബുഫേ അങ്ങനെ ഇൻക്ലൂസീവായിട്ട് കിട്ടുന്നത് നല്ലതല്ലേ. നല്ല സ്ഥലം. അതെ. അപ്പോൾ ബുഫേ ഡിന്നർ കഴിച്ചു. സൂപ്പ് ഉണ്ടായി, സാലഡ് ഉണ്ടായി, പായസം ഉണ്ടായി, സേമിയ പായസം. വളരെ നന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കിടക്കാന്ന് വെച്ചു. നോക്കിയപ്പോൾ നമ്മുടെ മൈത്രേയ ബുദ്ധ നമ്മളെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ അത്ര അടുത്താണ് ഇതിൻ്റെ. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ലാസ്താങ് ഹോട്ടൽ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഒരു 4 നിലയിലായിട്ട് 27 റൂമുണ്ട്. ഈ ഒരു കോട്ടേജ് ഔട്ട് ഹൗസ് ഉണ്ട് നമുക്ക്, ഫാമിലി റൂം. നമ്മുടേത് മാത്രമായൊരു സ്പേസാണ്. അപ്പോൾ കൊള്ളാം.
മുട്ടുമ്പോ സ്റ്റാറ്റിക് അടിക്കുക, ഷോക്ക് അടിക്കുക, അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തൊടുമ്പോ ഷോക്ക് അടിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് 2 ദിവസമായി ഈ മുള്ളനെ ഇങ്ങനെ തൊടുമ്പോ ടിക് ടിക് ടിക്. അപ്പൊ നമ്മൾ വേഗം ഇന്ന് ഉറങ്ങുന്നു. നാളെ ബ്രേക്ക്ഫാസ്റ്റ് 7 മണി തൊട്ട് തുടങ്ങും. അതും ഇതിലുള്ളതാണ്, കോംപ്ലിമെന്ററി ആണ്. സോ അതും കൊള്ളാം. നാളെ തങ്കൂന് എനിക്ക് ചെറിയ പണിയുണ്ട്, കാലത്ത് കാർ കഴുകണം. നമ്മള് ഡീസൽ ക്യാൻ നമ്മൾ ഇറക്കി പുറത്ത് വെച്ചിട്ടുണ്ട്. കാരണം വണ്ടിയിൽ ഇരിക്കണ്ട, അതും കൊണ്ട് നടക്കണ്ട, ഇവിടെ ഇരുന്നോട്ടെ എന്ന് പുള്ളി പറഞ്ഞു. അപ്പോ അങ്ങനെ. അപ്പോ നമ്മുടെ 16th day signing off. Good night. Night. FTT family travel trace.